ലോകത്തിലെ ആദ്യത്തെ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മാധ്യമ ചരിത്രത്തിലെ തന്നെ അപൂർവ സംഗമത്തിന് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഇന്ന് വേദിയാകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സമ്മേളനം ആരംഭിക്കും. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധികളായ വിനീത വിജിയും എസ് ശ്രീകാന്തും ഉണ്ട്. അവരവിടുത്തെ ഒരുക്കങ്ങളിലേക്ക് പോകുന്നു. ആദ്യം വിനീത വിജി നമുക്കൊപ്പം ചേരുന്നു. വിനീത, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, അവിടെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണെന്ന് എനിക്കറിയാം. ആളുകളൊക്കെ എത്തി തുടങ്ങിയോ ഇപ്പോഴേ തന്നെ? പറയൂ. തീർച്ചയായും എസ് കെ സൂചിപ്പിച്ചതുപോലെ ഒരുക്കങ്ങൾ അതൊക്കെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഇതിന്റെ സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ചില അവസാനവട്ട പരിശോധനകൾ, അതിന്റെ അവസാനവട്ട ക്രമീകരണങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. എസ് കെ സൂചിപ്പിച്ചതുപോലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്പസമയം മുൻപ് ചില പ്രേക്ഷകർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ കാസർഗോഡ് നിന്നാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ അവർ തിരിച്ചു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ചില ഒപ്പമുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെയൊക്കെ കാത്തിപ്പോൾ ഇവർ വേദിക്ക് പുറത്തവർ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള, നമ്മൾ രാവിലെ നമുക്കൊപ്പം ലൈവിന് ചേർന്ന ശശിയേട്ടൻ, അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടി കൊച്ചിയിലേക്ക് എത്തിയിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി. എന്നിങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരിങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് നിലവിൽ ഉച്ചയ്ക്ക് 2 മണി മുതലാണ് പരിപാടി ആരംഭിക്കുക. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ പോലും 11 മണിയോടുകൂടി നമ്മുടെ വേദിയുടെ സമീപം തന്നെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ രാവിലെയോടുകൂടി തന്നെ ഏതാണ്ട് ഞങ്ങൾ രാവിലെ 6 മണിക്കൊക്കെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ആളുകൾ ഇവിടേക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വലിയൊരു ജനസാഗരം എന്നൊക്കെ തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രയും വലിയൊരു പങ്കാളിത്തമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളുടെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിവിടെ മറ്റ് അവസാനവട്ട ക്രമീകരണങ്ങൾ, അത്തരം പരിശോധനകളൊക്കെ നടത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഏതാണ്ട് ഇതിനോടകം തന്നെ 5000-ലധികം പേർ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. ഒരുപക്ഷെ അതിലും കൂടുതൽ ആളുകൾ എത്തിയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഈ കസേരകൾ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ നിൽക്കുന്ന ഈ വേദിയിലേക്ക് എത്താൻ ഏതാണ്ട് ചുരുങ്ങിയ സമയം മാത്രം മതി. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണെങ്കിലും, സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണെങ്കിലും അവിടെ നിന്ന് നമ്മുടെ വേദിയിലേക്ക് എത്താൻ വളരെ കുറച്ച് സമയം മാത്രം മതിയാകും. ഒപ്പം തന്നെ മറ്റു സ്വന്തം വാഹനങ്ങളിലൊക്കെ എത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പാർക്കിങ്ങിനും മറ്റുമായി കേന്ദ്ര വിദ്യാലയ സമീപമുള്ള KV സ്കൂളിൽ അതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ, ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെയാണ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും പരിപാടി തുടങ്ങുന്നതിന് മുൻപായി തന്നെ വലിയൊരു ജനപങ്കാളിത്തം ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് സ്കേൻ. കാരണം രാവിലെയോടുകൂടി തന്നെ വിവിധയിടങ്ങളിൽ നിന്ന്, കാസർഗോഡ് നിന്ന് ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ അവർ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ചില അസൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട് എങ്കിൽ അവർക്ക് വിഷമിക്കേണ്ടതായിട്ടില്ല. പരിപാടിയുടെ തുടക്കം മുതൽ പരിപാടിയുടെ അവസാനം വരെ തത്സമയം 24-ൽ കാണുന്നതിനുള്ള സജ്ജീകരണവും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പരിപാടികൾ, അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയും റിഹേഴ്സലുകൾ ഒക്കെ ഉണ്ടായിരുന്നു, കലാപരിപാടികളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമാകുന്ന ഒരു പരിപാടി, അതിൽ വലിയൊരു ജനപങ്കാളിത്തം തന്നെയാണ് ഉണ്ടാവുക. 11 മണിയോടുകൂടി സ്പോട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കും. ഇതിനോടകം 5000-ലധികം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പരിപാടിയുടെ അവസാനവട്ട ക്രമീകരണങ്ങൾ, അതിന്റെ അവസാനവട്ട മുന്നൊരുക്കങ്ങളൊക്കെയാണ് നടക്കുന്നത്. എന്താണെങ്കിലും വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വിജി. ഇനി ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇങ്ങനൊരു സംസ്ഥാന സമ്മേളനം നടത്തുന്നത് മാത്രമല്ല, ഭാരിച്ച ഉത്തരവാദിത്തം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 1.5 മണി മുതൽ ഏതാണ്ട് 5-6 മണിക്കൂറോളം ഇത് തത്സമയം പ്രേക്ഷകരെ കാണിക്കുന്ന പരിപാടി കൂടിയാണ്. ഒരുപാട് 8-10 ക്യാമറയിൽ നിന്നുള്ള ഔട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്ക് വഴിയൊക്കെ തന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാ സ്ഥലത്തേക്കും ഇത് നമ്മൾ സന്നിവേശിപ്പിക്കും. അപ്പോൾ ഒരുപാട് പണികളുണ്ട്. പണികളൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ശ്രീകാന്ത് ഈ പണികൾക്കിടയിലൂടെ വാർത്തയിൽ എന്താണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുന്നു. ശ്രീകാന്ത്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. എസ് കെ, ഞാൻ നിൽക്കുന്നത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം, അതായത് നമ്മുടെ പൂരപ്പറമ്പിലാണ്. 1 മണിക്ക്, കൃത്യം 1 മണിക്ക് പൂരത്തിന് കൊടിയേറും. അതിനുള്ള ഒരുക്കം, ചിട്ടവട്ടങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. നേരത്തെ വിനീത വിജി പറഞ്ഞു ഈ കാസർഗോഡ് നിന്നൊക്കെ ആളുകൾ എത്തിയെന്നുള്ളത്. അപ്പോ ചില ആളുകളൊക്കെ വിചാരിക്കും, കാസർഗോഡ് നിന്നൊക്കെ ആള് വരാൻ പോകുന്നുണ്ടോ എന്നുള്ളത്. കാരണം ആ വലിയ അതിശയോക്തി പോലെ ചോദിക്കും. പക്ഷേ 24-നെ സ്നേഹിക്കുന്ന ആളുകൾ കാസർഗോഡ് നിന്നല്ല, അത് എവിടെ നിന്നായാലും വരും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. കാസർഗോഡ് നമ്മുടെ ഒരു പ്രേക്ഷകൻ, അദ്ദേഹം രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചേട്ടാ, പേരെന്താ? അനിൽകുമാർ. എവിടുന്നാ വരുന്നത്? കാസർഗോഡ് വിദ്യാനഗർ. അതെ. നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനും അതിന്റെ ഭാഗമാകാനും വേണ്ടി? അതെ, തീർച്ചയായും. ഇതുപോലുള്ള ഒരു പരിപാടി ആദ്യമായിട്ട് വേൾഡിൽ തന്നെ നമുക്ക് പറയാനല്ല, ഇന്ത്യയിലല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഒരു ചാനൽ നമ്മൾക്ക് ഊർജവും ആവേശവും തരുന്ന ഒരു ചാനലാണ് 24. സ്ഥിരം കാണുന്ന ഒരു ചാനൽ കൂടിയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് ഉന്നമനം ചെയ്തുകൊണ്ട്
ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ 24-ന്റെ ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ എന്നെപ്പോലുള്ള പ്രേക്ഷകർ തീർച്ചയായും ഇവിടെ എത്തിച്ചേരും. അത് നമ്മൾക്ക് ഇനി ഭാവിയിലും ഇത്രയും ഊർജം പകരും എന്ന് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എസ്കെനെയൊക്കെ കാണണ്ടേ? സാറിനെ തീർച്ചയായും കാണണം, സാറിനെ പരിചയപ്പെടണം. എപ്പോഴും രാവിലെ എണീച്ചാടും വെക്കുന്ന ഒരു ചാനൽ കൂടിയാണ് 24. അപ്പോൾ തീർച്ചയായും എസ്കെനെ കണ്ട് സംസാരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. സാർ, നമ്മുടെ ഒരു കട്ട പ്രേക്ഷകനാണ്. അതായത് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് എത്തിച്ചേർന്ന്, അതും രാവിലെ തന്നെ എത്തിച്ചേർന്ന് നമ്മൾ അദ്ദേഹത്തെ കാണുമെന്ന് ശ്രീകാന്ത് പറഞ്ഞേക്കുക കേട്ടോ. കണ്ട് സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. സാറ് പറഞ്ഞേക്കുന്നത് ഇന്ന് കണ്ട് സംസാരിക്കും എന്നുള്ളതാണ്. സന്തോഷമായില്ലേ? സന്തോഷമായി. ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് പോയേക്കാം. ഓക്കെ, ശരി. അപ്പോ എസ്കെൻ, ഇതുപോലെയാണ് ഒട്ടനവധി ആളുകൾ ഇതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നാടിന്റെ പല ഭാഗത്തു നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട്. അതിപ്പോൾ കാസർഗോഡ് നിന്ന് മാത്രമല്ല, കോഴിക്കോട് നിന്നും, കണ്ണൂരിൽ നിന്നും, മലപ്പുറത്തു നിന്നും ഒക്കെ നമ്മൾ നേരത്തെ ഒരു ഫാമിലിയെ കണ്ടിരുന്നു. അത് നമുക്ക് വലിയ നഷ്ടമായിപ്പോയി. അവരുടെ ലൈവ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അവര് ഫാമിലിയായിട്ട്, ഭാര്യയും ഭർത്താവും 2 മക്കളും, അവര് എത്തുന്നത് മലബാർ ഭാഗത്തു നിന്നാണ്. അവരും ഇവിടേക്ക് എത്തിച്ചേർന്നത്. അതായത് കുടുംബത്തോടുകൂടി എത്തുകയാണ്. ഇതൊരു കുടുംബ സംഗമം ആക്കി മാറ്റുകയാണ് നമ്മുടെ പ്രേക്ഷകർ. 24-ന്റെ പ്രേക്ഷകർ കുടുംബത്തോടുകൂടി എത്തിച്ചേരുന്ന സന്തോഷകരമായ കാഴ്ച കൂടി നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അതേ നമ്മുടെ ചങ്ക് ബ്രോസ് എല്ലാവരും അവരവരുടെ പണികളിലാണ്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അവർ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ഓടി നടന്ന് പണിയെടുക്കുന്ന തിരക്കിലായിരുന്നു. നമ്മുടെ ടെക്നീഷ്യൻസ് ആണ്. നമുക്ക് അവരോട് 1-2 കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെ പോകുന്നുണ്ട്? എവിടെ വരെ ഒരുക്കങ്ങളൊക്കെ? നന്നായി പോകുന്നു. നല്ല ഊർജ്ജസ്വലമായി. അതെ, എല്ലാവരും. അതെ. ആരൊക്കെയുണ്ട്? നമ്മുടെ ടീം എല്ലാവരും ഉണ്ട്. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഇനി വന്നേ, എങ്ങോട്ടായി മുങ്ങുന്നേ? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഗംഭീരമായിട്ട് പോകുന്നു. എല്ലാവരെയും കാണാനും സ്വീകരിക്കാനും വേണ്ടി എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. തീർച്ചയായും. എസ്കെ, നമ്മുടെ ടീം ഫുൾ സെറ്റാണ്. അതായത് ഇനി നമ്മുടെ പ്രേക്ഷകർ ഇങ്ങ് എത്തിയാൽ മതി, അവരെ നമുക്ക് സ്വീകരിച്ചാൽ മതി. അവരോടൊപ്പം ചേർന്ന് ഈ പൂരം നമ്മളങ്ങ് അടിച്ച് പൊളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് ഇനി എത്താൻ ഏതാനും മണിക്കൂറുകൾ, നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു കാത്തിരിപ്പിലാണ്. 1 മണിക്ക് കൃത്യം നമ്മൾ പരിപാടിയിലേക്ക് കടക്കും. പിന്നെ തത്സമയം ഇവിടെ എത്തിച്ചേരാൻ കഴിയാതിരുന്ന പ്രേക്ഷകർക്ക് പോലും തത്സമയം ഈ പരിപാടി കാണാൻ സാധിക്കും. നമ്മുടെ വേദി, രാഹുൽ VS ആ വേദി ഒന്നുകൂടി കാണിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഈ വേദിയിൽ വെച്ചായിരിക്കും നമ്മുടെ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നത്. നമ്മുടെ ഈ വാർത്താ വായനക്കാരായ നമ്മുടെ ആങ്കേഴ്സിനെ മാത്രമേ ഇവരൊക്കെ കണ്ടിട്ടുള്ളൂ. അതിനിടയിൽ ഡാൻസേഴ്സിനെ, പാട്ടുകാരെ, കഥ പറച്ചിലുകാരെ ഒക്കെ തന്നെ, ഈ കവിത ചൊല്ലുന്നവരെയൊക്കെ തന്നെ കാണാനുള്ള അവസരം കൂടിയാണ് വന്നിരിക്കുന്നത്. ആ കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കുടുംബാംഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. എസ്കെ, ഓക്കെ, താങ്ക് യു. ശ്രീകാന്താണ് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നിന്ന് ഒരുക്കങ്ങളുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. ബീന മുകുന്ദൻ പറയുന്നു പ്രേക്ഷക സമ്മേളനത്തിൽ എല്ലാവിധമായ ഭാഗങ്ങളും. അതുപോലെ സജിനി ചാലക്കുടി പറയുന്നു, ഞാൻ ചാലക്കുടി ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. വരൂ സജിനി, വരൂ. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ആശംസകൾ നേരുന്നു. ചില ആളുകളൊക്കെ യാത്രയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ എല്ലാവിധമായ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഉച്ചയ്ക്ക് 1:30 മുതൽ ഈ പരിപാടി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക്, ഈ മലയാളി ചങ്ങലയിൽ അണിചേരുന്ന മലയാളികൾക്ക് തത്സമയം നമ്മൾ സംപ്രേഷണം ചെയ്യും. 11 മണി മുതൽ തന്നെ നമ്മൾ പ്രവേശിപ്പിക്കുകയും ചെയ്യും. സ്പോട്ട് രജിസ്ട്രേഷൻ 11 മണിക്ക് ആരംഭിക്കും. അതായത് രജിസ്ട്രേഷൻ നമ്മൾ ക്ലോസ് ചെയ്തിരുന്നു. ഇനി വെന്യൂവിൽ, അതായത് ഈ സംഭവം നടക്കുന്ന കടവന്ത്ര രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നിങ്ങൾക്ക് വിവിധ കൗണ്ടറുകളിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് അകത്തേക്ക് പ്രവേശനം നേടാൻ കഴിയും.